ആട് 3 ആടിന്റെ ഫ്രാഞ്ചൈസിയിലുള്ള മൂന്നാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് വിജയ് ബാബുവും കാവ്യ ഫിലിംസും ചേർന്നാണ്. നമുക്കറിയാം ഇതിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഗംഭീരമാണ്. അത് തന്നെ ഇതിന്റെ ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. ഈ സിനിമ എനിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ലോജിക്കൊന്നും വേണ്ട, പക്ഷെ നമുക്കിരുന്ന് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാം. എല്ലാവരും ചിരിക്കുന്നു, നമ്മളും ചിരിക്കുന്നു, നല്ല രസമായിട്ട് ചിരിക്കാം. ഇത്രയും 3 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സിനിമ ഒരു ബോറടിക്കുക, നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ വലിയൊരു സംഭവമാണ്. ചില സീനുകളൊക്കെ നമുക്ക് നിർത്താതെ ചിരിക്കാം. അത് കുറേ നാളായി മലയാള സിനിമയിൽ അങ്ങനെ ഒരു കളർഫുള്ളായിട്ട് ഫണ്ണായിട്ടുള്ള സാധനങ്ങൾ വന്ന് ആൾക്കാരെ ചിരിപ്പിക്കുന്നത് ഒരുപാട് നാളിന് ശേഷം വന്നതുകൊണ്ടായിരിക്കും. മാത്രമല്ല 2 മാസത്തിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നതും ആൾക്കാർ ചെയ്തത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പരീക്ഷാകാലത്ത് ഭയങ്കര SSLCയും +1ഉം +2നും പരീക്ഷ ആകുമ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുന്ന സമയത്തും രക്ഷകർത്താക്കളൊന്നും തിയേറ്ററിൽ ഇറങ്ങാൻ സമയത്താണ് അസാധാരണമായി ഈ കളക്ഷൻ എത്തുന്നത്. ഈ കളക്ഷന്റെ റെക്കോർഡ് ഇങ്ങനെയാണ്. ആദ്യത്തെ ദിവസം ഏകദേശം വേൾഡ് വൈഡ് 18 കോടിക്കടുത്താണ് ആട് 3 നേടിയത്. രണ്ടാം ദിവസം അതിന് മുകളിൽ കയറി, അതായത് 22 കോടിക്ക് മുകളിൽ കെട്ടി. അതായത് 2 ദിവസം കൊണ്ട് 40 കോടി കഴിഞ്ഞു. ഇന്നത്തെ കൃത്യമായിട്ടും ട്രാക്കേഴ്സ് പറയുന്നതനുസരിച്ച് ഇന്നത്തെ കളക്ഷൻ ഏകദേശം 20 കോടിക്ക് മുകളിൽ എന്തായാലും കിട്ടുമെന്നാണ്. അതായത് 3 ദിവസം കൊണ്ട് 60 കോടിക്ക് മുകളിൽ കടന്നാണ് ആട് 3 കുതിക്കുന്നത്, അതും ഈ പരീക്ഷാ സീസണിൽ. അങ്ങനെയാണെങ്കിൽ ഇതൊരു 5-6 ദിവസം കൊണ്ട് 100 കോടി നേടുന്ന താരബാഹുല്യം ഇല്ലാത്ത ചിത്രമായിട്ട് പെട്ടെന്ന് തന്നെ മാറുന്നൊരു ചിത്രമായിട്ട് മാറും എന്നുള്ള ഉറപ്പാണ്. ഇതൊരു വലിയ വിജയമാണ്, വമ്പൻ വിജയമാണ്. ഇത് എത്ര കോടി നേടുമെന്നുള്ളതാണ്. കാരണം ഇനിയും പരീക്ഷ കഴിഞ്ഞ് കുട്ടികളും രക്ഷാകർത്താക്കളോടെല്ലാം ഇറങ്ങുമ്പോഴത്തേന് ഇതൊരു ഭീകരമായ ഒരു വിജയമായി ആട് 3 മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും പ്രതീക്ഷയിനപ്പുറത്തേക്കുള്ളൊരു വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നതാണ് ആട് 3.